ഹായ്, ഇന്ന് 2025 ഏപ്രിൽ 13 സമയം ഉച്ച കഴിഞ്ഞ് 3 മണി. ഊട്ടുപാറയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ പറയാം. ഞങ്ങൾ സെൻറ്റ് ജോസഫ് ചർച്ച് തിടനാടിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ഞാനും എൻ്റെ 4 കൊച്ചുമക്കളും ചേർന്ന് അവിടെ നിന്ന് ഏതാണ്ട് 3 മണിയോടുകൂടി യേശുപിതാവിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. തിടനാട് പള്ളി വിസിറ്റ് ചെയ്തതിന് ശേഷം പള്ളിയുടെ വെളിയിൽ വന്ന് ഫോട്ടോഗ്രാഫി എല്ലാം കഴിഞ്ഞ് കുരിശുപള്ളിയുടെ മുമ്പിലൂടെ നടന്നതിന് ശേഷം ഞങ്ങൾ നോമ്പുകാല തീർത്ഥാടനമായ ഊട്ടുപാറയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇവിടെ നിന്നും കാറിലാണ് ഞങ്ങൾ ഊട്ടുപാറയിൽ സഞ്ചരിച്ചത്. തിടനാടിലേക്ക് പോകുന്ന വഴിയിൽ നേരെ മുമ്പിൽ കാണുന്ന കൽക്കുരിശിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഊട്ടുപാറയിലേക്കുള്ള വഴിയായി. അല്പം ഇടുങ്ങിയ വഴി ആണ് നമുക്ക് മുമ്പിൽ ഉള്ളത്. വളവും തിരിവും അധികമായതിനാൽ സൂക്ഷിച്ച് തന്നെ ഡ്രൈവിംഗ് നടത്തേണ്ടതാണ്. ധാരാളം വണ്ടികൾ പോകുന്ന ഈ വഴി ചേന്നാടിലേക്ക് പോകുന്ന ഒരു യാത്രാമാർഗം കൂടിയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു MES കോളേജുണ്ട്. അതിനാൽ ധാരാളം വാഹനങ്ങൾ വരുന്ന വഴിയാണ്. ഇടത്തോട്ട് പോയാൽ ചേന്നാട് MES കോളേജാണ്. നേരെ ഈ പാലം കടന്നാൽ തിടനാട് തോടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏപ്രിൽ മാസം ആയതിനാൽ അല്പം വെള്ളം കുറവാണ്. ഊട്ടുപാറ കുരിശുമല എന്ന ഒരു നീല നിറത്തിലുള്ള ബോർഡ് നിങ്ങൾക്ക് കാണാം. ഇനി മുതൽ വഴി അല്പം കൂടി ഇടുങ്ങിയതാണ്. കമുകും തെങ്ങും നിറഞ്ഞ 2 വശത്തും വിശാലമായ കൃഷിയിടങ്ങൾ കൂടിയാണ് നമ്മളുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. മനോഹരമായ വീടുകൾ 2 സൈഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തേക്ക്, ആഞ്ഞിലി മുതലായ വൻമരങ്ങളും കാപ്പിത്തോട്ടം മുതലായ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ് ആണ് ഇവിടം എന്ന് തോന്നുന്നു. റബ്ബർ തോട്ടങ്ങളും നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റോഡ് വീതി കുറഞ്ഞതാണെങ്കിലും ടാറിങ് മോശമല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് 12 അടിയോളം വീതിയുള്ള ടാറിങ്ങാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടാറിങ് മോശമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റിങ് നടത്തിപ്പോയിട്ടുണ്ട്. നേരെ മുന്നോട്ട് ഏതാണ്ട് ഞാൻ എൻ്റെ കിലോമീറ്ററിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ 0 സെറ്റ് ചെയ്തു. തിടനാട് പള്ളിയിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്ററോളം എൻ്റെ യാത്ര കഴിഞ്ഞു. 2 സൈഡിലും തുറസായ സ്ഥലങ്ങളാണ്. തെങ്ങും പച്ചപ്പുള്ള മറ്റ് ലതാദികളും നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. മഴ പെയ്യാനുള്ള സാധ്യത കുറവായതിനാൽ യാത്ര സുഗമമായിരുന്നു. അല്പം ഇടുങ്ങിയ ഒരു വഴിയിൽ അല്പം കട്ടറ നിറഞ്ഞ ഈ ഭാഗം സഞ്ചാരികൾക്ക് സൂക്ഷിച്ച് തന്നെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഒരു സൈഡിൽ പാടവും മറു സൈഡിൽ റബ്ബറും തോട്ടങ്ങളും നിറഞ്ഞ ഈ വഴിയിലൂടെ നമുക്ക് അധികം വണ്ടികളില്ലാത്തതിനാൽ യാത്ര വളരെ സുഗമമാണ്. വഴി മോശം നിരപ്പുള്ള സ്ഥലമാണ്. അല്പം ഇടുങ്ങിയ റോഡാണെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും വാഹനങ്ങൾ വന്നാൽ യാത്ര അല്പം ബുദ്ധിമുട്ടാണ്. ഇതിൽ ചെറിയൊരു കാറോ ഓട്ടോറിക്ഷയോ ബൈക്ക് പോലും വന്നാൽ നമുക്ക് സൈഡ് വളരെ കുറവാണ്. അതിനാൽ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഏതാണ്ട് 1 കിലോമീറ്ററോളം എൻ്റെ യാത്ര മുമ്പിലോട്ട് പോയി. ഇതുവരെ എതിരെ വാഹനങ്ങളൊന്നും വന്നില്ല. കുട്ടികൾ 4 പേരും ആകാംക്ഷാപൂർവ്വം നോക്കി ഇരിക്കുകയാണ്. ഉടനെ തന്നെ നമുക്ക് ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് കാണാം. ഇടത് സൈഡിൽ വിശാലമായ തിടനാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് മുമ്പിൽ കാണുന്നത്. ആ ക്ഷേത്രവും കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അല്പം ഇടുങ്ങിയ റോഡാണ് മുമ്പിലേക്കുള്ളത്. ഇവിടെ
അധികം വീടുകൾ കാണാൻ സാധിച്ചില്ല. ഗട്ടർ നിറഞ്ഞ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളവും തിരിവും ചെറിയ കയറ്റവും മാത്രമേ ഉള്ളൂ. വലിയ വലിയ വീടുകൾ കുറഞ്ഞു. ഇനി അല്പം ചെറിയ വീടുകളാണ് എനിക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. തടനാട് നിന്നും ദുഃഖവെള്ളിയാഴ്ച ഇങ്ങോട്ടേക്ക് പരിഹാര പ്രദക്ഷിണമായിട്ട് പള്ളിയുടെ നേതൃത്വത്തിൽ ആൾക്കാർ വരാറുണ്ട്. മുമ്പിലോട്ട് പോയാൽ നമുക്ക് അവിടെ നിന്ന് ഒരു കുത്തി കയറ്റം വരും. ആ കയറ്റത്തിൽ നിന്നാണ് നമ്മുടെ 14 സ്ഥലങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം. നോ പാർക്കിംഗ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഒരാളുടെ പ്രൈവറ്റ് റോഡാണ്. റൈറ്റ് സൈഡിലൊരു ബോർഡ് കണ്ടു. അത് പാർക്കിംഗ് സാധ്യമാകുന്ന ഒരിടമാണ്. ദുഃഖവെള്ളിയാഴ്ച ഇവിടെ ധാരാളം കാറുകളും മറ്റു വാഹനങ്ങളും വരുന്നതിനാൽ പ്രത്യേകിച്ച് പള്ളിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി മാക്സിമം പാർക്കിംഗ് ഏരിയകൾ വീടുകളുടെ മുമ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തറനാട്ടിൽ നിന്നും 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്തു. നേരെ പോകുന്ന വഴി ചെമ്മലമറ്റത്തേക്കുള്ളതാണ്. ചെമ്മലമറ്റത്ത് പള്ളിയുടെ മുമ്പിൽ ഒരു പള്ളി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഊട്ടുപാറ എന്ന ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഇതിലെയാണ് വന്നു ചേരുന്നത്. ഇവിടെ വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. മറ്റൊരു വാഹനം 2 വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിലുള്ള ആൾക്കാർ നടന്നു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇവിടെ നിന്നും ഊട്ടുപാറയുടെ മുകളിലേക്ക് ഏതാണ്ട് 800 മീറ്ററോളം ശ്രീവാപാദം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1-ാം സ്ഥലം കഴിഞ്ഞു. ഇടുങ്ങിയതും വളരെ നല്ല രീതിയിൽ നന്നാക്കിയിട്ടിരിക്കുന്ന റോഡാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. 2-ാം സ്ഥലവും കഴിഞ്ഞു പോയിരിക്കുന്നു. തറനാട് നിന്നും 2.3 കിലോമീറ്റർ മാത്രമാണ് ഊട്ടുപാറയിലേക്കുള്ളത്. അതിൽ 1.5 കിലോമീറ്റർ മലയുടെ അടിഭാഗത്തേക്കും അവിടെ നിന്ന് 800 മീറ്റർ മലമുകളിലേക്കുമാണ് നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. 3-ാം സ്ഥലം കടന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നതിനാൽ എൻ്റെ കൊച്ചുമകളാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഈ ഫീൽഡിൽ നല്ലൊരു എക്സ്പെർട്ട് തന്നെയാണ്. ഞാൻ അവൾക്ക് പ്രത്യേക ട്രെയിനിങ്ങും ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4-ാം സ്ഥലം എത്തിച്ചേർന്നു. ഇവിടെ നിന്നും അങ്ങോട്ട് അല്പം കയറ്റം ആണെന്ന് തോന്നുന്നു. റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചാം സ്ഥലം റോഡ് അല്പം ഗട്ടറും മോശമായ രീതിയിലാണ് ഇവിടെ കാണുന്നത്. എങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന കാറ് അല്പം ഉയരമുള്ളതിനാൽ ഈ യാത്രയിൽ അടി തട്ടും എന്നൊരു സംശയം വേണ്ട. നല്ല മെയിൻ്റനൻസ് ചെയ്തിട്ടിരിക്കുന്ന റോഡാണിപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. തുറസായ സ്ഥലമാണ്. കൃഷിയുടെ ഒന്നും ചെയ്തിട്ടില്ല. 6-ാം സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നത് എൻ്റെ ജ്യേഷ്ഠൻ കിഴക്കേത്തോട്ടത്തിൽ തോമാച്ചൻ്റെ സ്ഥലമാണ്. അവിടെ ഒരു ഷെഡ് കാണാം. 2 സ്ഥലത്തും കമുക് ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. 10 മാസത്തോളം കഴിഞ്ഞ കമുക് കൃഷി നല്ല രീതിയിലാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം മറിച്ച് കെട്ടിയതിനാൽ കമുകിന് നല്ല ഊർജ്ജസ്വലതയും തൻ്റെ ഇടവും ഉണ്ട്. ഇത് 7-ാം സ്ഥലമാണ്.
ഓരോ സ്ഥലത്തും ഇത് ദാനം ചെയ്ത പണിയിച്ച ആളിൻ്റെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. സ്ഥലങ്ങൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പള്ളിക്ക് ഇത് പണിയാനായിട്ട് കൊടുത്തിട്ടുള്ളതാകുന്നു. മുമ്പിലോട്ട് നമ്മൾ ഒരു കോൺക്രീറ്റ് വഴിയാണ് കാണുന്നത്. നേരെ മുന്നിൽ കാണുന്നത് 8ാം സ്ഥലമാണ്. സാമാന്യം നല്ല കുത്തായ ഒരു കയറ്റമാണിത്. അതിനാൽ ഇവിടം നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മറുവശം നമുക്ക് കാണാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതിനാൽ സൂക്ഷിച്ച് തന്നെ ഈ ഭാഗത്തുനിന്ന് വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട്. മുകളിലെത്തിയാൽ പിന്നെ നല്ല സീനറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9ാം സ്ഥലത്ത് നല്ലൊരു പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യക്കാർക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ റോഡ് അല്പം മോശമാണ്. എങ്കിലും അല്പം കല്ലുകളും പാറകളും നിറഞ്ഞ സ്ഥലം ആയതിനാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ 10ാം സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പം കാർമേഘം ഉള്ളതിനാൽ വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. റബ്ബറും കൈതയും സൈഡിൽ കൂടെ തേക്കും വെച്ചിരിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു കൃഷിയിടമാണ്. ഇത് 11ാം സ്ഥലം നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇനി ഏതാണ്ട് 3 സ്ഥലം കൂടി മുമ്പിലേക്ക് യാത്ര പോകേണ്ടതായിട്ടുണ്ട്. ഊട്ടുപാറയുടെ മുകളിൽ വരെ സഞ്ചാരയോഗ്യമാണെങ്കിലും ഇതിനപ്പുറത്തേക്ക് ഒരു ചങ്ങല കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായി മനസ്സിലായി. അതിനാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി വണ്ടി തിരിച്ച് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഗേറ്റിങ്ങിലെത്തി അത് താഴിട്ട് പൂട്ടി ഇട്ടിരിക്കുന്നതാണ്. മക്കളെല്ലാവരും എനിക്ക് ഓടി തന്നെ പോകുന്നുണ്ട്. അവർ വളരെ ത്രില്ലിങ്ങിലാണെന്ന് തോന്നുന്നു. 12ാം സ്ഥലം ഈ തറയ്ക്കുന്ന ഭാഗം, കുശന്മേൽ തൂങ്ങി മരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ ടാങ്കാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. അവിടെ 14 സ്ഥലമുണ്ട്. അവിടെ വലിയ പള്ളിയുണ്ട്. വാട്ടർ ടാങ്കിൽ ഇപ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ല പൈപ്പ് ലൈൻ മുകളിലേക്ക് ഒരു 3 ഇഞ്ചിന്റെ 6 ഇഞ്ചിന്റെ ഒരു ഔട്ട്ലെറ്റ് ലൈനും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുകളിലോട്ട് കയറാനായിട്ട് കോവണിയും മുകളിലോട്ട് ഉണ്ട്. നല്ല ഉയരത്തിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടം വരെയുള്ള റോഡിന് കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി ഓടിച്ച് നമുക്ക് കയറിപ്പോകാൻ സാധിക്കുന്നതാണ്. അതും കയറി അങ്ങനെ ചെറിയൊരു പാറയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 13ാം സ്ഥലം ഈശോ മിശിഹാ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന നിങ്ങൾ മാറി തന്നെ ഈശോ മിശിഹായെ സ്തോത്രം ചെയ്യുന്നു. രക്ഷിച്ചു. ഓരോ സ്ഥലത്തിൻ്റെ അടിയിൽ അത് നിർമ്മിച്ചു കൊടുത്ത സ്പോൺസറുടെ പേര് എഴുതിയിട്ടുണ്ട്. ഏത് ചാച്ചാട്ട എങ്ങനെയാണ്? എത്തിച്ചേർന്നു. ആളുകൾ നേരത്തെ കൊണ്ടുവന്ന വലിയ കുരിശുകൾ 14ാം സ്ഥലത്തിൽ 2 കുരിശുകൾ ചാരി വെച്ചിട്ടുണ്ട്. പാറയിൽ കൂടിയാണ് ഇനി നമ്മുടെ സഞ്ചാരം. 14ാം സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ക്രിസ്തുവിൻ്റെ ഒരു രൂപവും കാണാൻ സാധിച്ചു.
വലത്ത് സൈഡിലോട്ട് നോക്കിയാൽ നമുക്കൊരു വലിയ പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ചെമ്മലമറ്റത്ത് പുതുക്കി പണിത പള്ളിയാണത്. കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ചെമ്മലമറ്റം പള്ളി. 14 സ്ഥലം. ചെമ്മലമറ്റത്തുനിന്ന് ഊട്ടുപാറയിലേക്ക് വരുന്ന വഴി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 14 സ്ഥലം. അടക്കുന്ന ഭാഗം ഇതാണ്. ഒരു രൂപം ചെമ്മലമറ്റം പള്ളിയാ. പള്ളിയുടെ മൊത്തം വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങേയറ്റത്ത് തോമാസ് ലീഹായുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ചെമ്മലമറ്റം പള്ളി മനോഹരമായി പണിയിച്ചിരിക്കുന്ന ഈ പള്ളിക്ക് വാതിലും അതുപോലെ തന്നെ 4 വശത്തും ജനലുകളും ഉണ്ട്. ഇവിടെ നിന്ന് വലത്ത് വശത്തേക്ക് നോക്കിയാൽ മനോഹരമായ കാഴ്ചയാണ്. ഇത് ഇവിടെ 25/5/2015 ഉദ്ഘാടനം നിർവഹിച്ചത് മാർ ജോസഫ് കലറങ്ങാട്ട് തിരുമേനിയാണ് ഇതിന് ആശീർവാദം നടത്തിയത്. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം പാറമുകളിലിരുന്ന് പള്ളിയുടെ ഏതാനും ഷോട്ടുകൾ എടുക്കുകയും 1/2 മണിക്കൂറോളം അവിടെ വിശ്രമിച്ച് തിരികെ പോവുകയും ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാർ കുര്യൻ.